തലശ്ശേരി കുഴുപ്പങ്ങാട് ഏക്കർ കണക്കിന് തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. എരഞ്ഞോളി പുഴയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് മത്സ്യകൃഷിയുടെ പേരിൽ ഗുരുതര പാരിസ്ഥിതികാഘാതം ഉണ്ടാകും വിധം തണ്ണീർത്തടം നികത്തുന്നത്. തലശ്ശേരി നഗരസഭാ പരിധിയിൽ എരഞ്ഞോളി പുഴയോട് ചേർന്ന് തിരുവങ്ങാട് വില്ലേജിൽ ഉൾപ്പെടുന്ന ഏക്കർ കണക്കിന് തണ്ണീർത്തടമാണ് മത്സ്യകൃഷിയുടെ പേരിൽ മണ്ണിട്ട് നികത്തുന്നത്. അപൂർവമായ കണ്ടൽക്കാടുകളുടെയും സസ്യജന്തുജാലങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതങ്ങൾക്കും ഇത് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഏക്കർ കണക്കിന് സ്ഥലത്തെ കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റിയാണ് തണ്ണീർത്തടം നികത്തുന്നത്. ഇതിനെതിരെ നാട്ടുകാരും നഗരസഭയിലെ പ്രതിപക്ഷ വാർഡ് കൗൺസിലർമാരും ഉൾപ്പെടെ രംഗത്തെത്തി. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരവ് സമ്പാദിച്ചാണ് പ്രവൃത്തി ഇവിടെ നടക്കുന്നതെന്ന് വിവിധ വാർഡ് കൗൺസിലർമാർ ആരോപിച്ചു. ഇത് നമ്മുടെ ഇപ്പോൾ തലശ്ശേരി അടിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭൂമാഫിയുടെ ഇടപെടലാണ് ഇപ്പോൾ ഈ കുഴിപ്പങ്ങാട് പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏക്കർ കണക്കിന് ഈ സ്ഥലം നേരത്തെ കണ്ടൽ വനമായിരുന്നു. അത് നമ്മൾ ഇതേപോലെ വെട്ടുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥേഷ്ടം ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നികത്തുകയാണ്. അതിനെതിരെ നാട്ടുകാർ നേരിൽ നമ്മൾ നീങ്ങുമ്പോൾ പല ആരോപണങ്ങളും നമുക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം തന്നെ അവിടെയുള്ള കിണറുകളിലെ വെള്ളം പറ്റിപ്പോവാണ്, നീരൊഴുക്ക് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമായി മുമ്പോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ മണ്ണിട കൊണ്ടുണ്ടാകുന്നത്. ഹൈക്കോടതിന്റെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഓരോ ഉദ്യോഗസ്ഥരുടെ ഇവർ സഹായം തേടുന്നത്. പക്ഷെ ഹൈക്കോടതി ഓർഡർ വെരിഫൈ ചെയ്താൽ ഇവർ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവിടെ ആവശ്യപ്പെട്ടിട്ടുമില്ല, അവിടെ കൊടുത്തിട്ടുമില്ല. അത് വില്ലേജ് ഓഫീസർ കക്ഷിയായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പ്രൊജക്ട് റിപ്പോർട്ട് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും കോടതി ഇതിന് അനുവാദം നൽകില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഇത് താൻ ലീസിനെടുത്ത സ്ഥലമാണെന്നും ഇവിടെ മത്സ്യകൃഷി ചെയ്യാനുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് നേടിയിട്ടുണ്ടെന്നും സ്ഥലത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥലം ലീസിനെടുത്ത CK മർസൂഖ് പറഞ്ഞു. നമ്മളിത് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന കൃഷിയുടെ പ്രൊജക്റ്റാണ്. കരിമീൻ്റെ ഹാച്ചറിയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഇത് 2 യൂണിറ്റ് ആയിട്ട് ഈ ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നേ ചെയ്തത്. ഇവിടെ ചില ആൾക്കാർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് 1 വർഷം മുൻപ് ഇതേ സ്ഥലത്ത് കണ്ടൽവനങ്ങൾ നശിപ്പിച്ച് ചതുപ്പ് നികത്താനുള്ള നീക്കത്തിനെതിരെ DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അന്ന് പ്രതിഷേധത്തിനൊടുവിൽ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും പിന്നീട് വീണ്ടും ചതുപ്പ് നില നികത്തുന്നത് നിർബാധം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.